أكبر الله 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 أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله واتقوه حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فذلك فليفرحوا هو خير مما يجمعون صدق الله العليم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ പ്രപഞ്ചാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആർജിച്ചെടുത്ത ജീവിത വിശുദ്ധിയുമായി സത്യവിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിശീലനത്തിലൂടെ ഒരു പുതിയ മനുഷ്യനെ നമ്മൾ രൂപപ്പെടുത്തി ആ പുതിയ മനുഷ്യൻ നമ്മിൽ പിറന്നതിൻ്റെ പേരിൽ പുത്തൻ പുടവയും അത്തറിൻ്റെ നറുമണവുമായി പുതിയ മനുഷ്യരായി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണ്. അതോടൊപ്പം ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ കഴിയാതെ അങ്ങകലെ ഫലസ്തീനിലെ ഗസയിലെ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ സഹോദരന്മാരോട് നമ്മൾ പ്രാർത്ഥനയോടെ ഐക്യദാർഢ്യപ്പെടുകയാണ്. ഇതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജയിലുകളിൽ
അന്യായമായി തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിരപരാധികളായ സത്യവിശ്വാസികൾ, അവരോട് പ്രാർത്ഥനാപൂർവം നമ്മൾ ഐക്യദാർഢ്യപ്പെടുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ ജീവിത പ്രയാസങ്ങൾ പേറി രോഗശയ്യയിൽ കഴിയുന്ന സഹോദരന്മാരോട് നമ്മൾ പ്രാർത്ഥനാപൂർവം അവരെ അനുസ്മരിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വിരുന്നു വന്ന് നമുക്കൊരു സമ്മാനം കൈമാറിപ്പോയിട്ടുണ്ട്. അത് പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന്, പ്രപഞ്ചനാഥനായ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മാനം കൊണ്ടുവന്ന് നമുക്ക് കൈമാറിയിരിക്കുന്നു. അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനാണ് നമ്മെ സന്തോഷത്തിന് പ്രാപ്തമാക്കുന്നത്. ഭൗതികാർത്ഥത്തിലുള്ള നമ്മുടെ നൈമിഷികമായ സന്തോഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രവിധാനങ്ങളും ജീവിത സൗകര്യങ്ങളും അത് താൽക്കാലികമായ സന്തോഷമാണ് നമുക്കുണ്ടാക്കുന്നത്. അതിനുശേഷം അത് നമുക്കിടയിൽ, നമ്മുടെ മനസ്സിൽ മടുപ്പാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഭക്ഷണം ക്രമത്തിലധികം കഴിക്കാനാവില്ല, വെള്ളം ആവശ്യത്തിലധികം കുടിക്കാനാവില്ല, വസ്ത്രം ആവശ്യത്തിലധികം ധരിക്കാനാവില്ല. ഇതേപോലെ ഭൗതികമായ ഏത് സന്തോഷങ്ങളും നമുക്കതിനൊരു ക്രമമുണ്ട്. അതോടൊപ്പം അത് നമുക്ക് മടുപ്പും ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അത് സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. എന്നാൽ അള്ളാഹു നമുക്ക് സമ്മാനിച്ച പരിശുദ്ധ ഖുർആൻ എന്ന സമ്മാനം, അത് നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും സമ്മാനിക്കുന്നതാണ്. അള്ളാഹു ഇവിടെ വിശേഷിപ്പിച്ചു, ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നും ഒരു മൗഇദ, ഒരു സതുപദേശം വന്നിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ശിഫ, മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ശമന ഔഷധം വന്നിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നും കാരുണ്യം വന്നു കിട്ടിയിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗ ദർശനം വന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് മൗഇദ, സതുപദേശം എന്നാണ്. ഖുർആൻ നമ്മളോട് ഒരു ഗാർഡിയനെ പോലെ, രക്ഷിതാവിനെ പോലെ നമ്മെ അണച്ചു നിർത്തി നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് സതുപദേശങ്ങൾ കൈമാറുകയാണ്. വിശ്വസ്തനായ ഉപദേശകനാണ് ഖുർആൻ. പരിചയസമ്പന്നമായ, ആധികാരികമായ ആ ഒരു ഉപദേശകനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഉപദേശം തേടി പലരുടെയും അടുക്കലേക്ക് നമ്മൾ പോവാറുണ്ട്. എന്നാൽ ഏറ്റവും വിശ്വസ്തമായ സതുപദേശം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള രക്ഷകർത്താവ് വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടതുണ്ട്. ഖുർആൻ നമുക്ക് ഒരു മനോരോഗ വിദഗ്ധനെ പോലെ അത് നമുക്ക് രോഗശമനം നൽകുകയാണ്. മാനസികമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ, ഒരു സൈക്യാട്രിസ്റ്റിനെ പോലെ നമ്മളോട് എല്ലാ തരത്തിലുമുള്ള മാനസിക വ്യഥകൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും ആകുലതകൾക്കും അത് പരിഹാരം നിർദ്ദേശിച്ച് നമ്മെ അണച്ചു പിടിക്കുകയാണ്, മനസ്സിന്റെ പ്രശ്നങ്ങൾ മാറ്റുകയാണ്. ഖുർആൻ നമുക്ക് ഹുദയാണ്, സന്മാർഗ ദർശനമാണ്, വഴികാട്ടിയാണ്, ലീഡറാണ്. ഖുർആൻ നമ്മുടെ ഇമാമാണ്. നമുക്ക് തെറ്റിപ്പോകാതെ ഏറ്റവും ഭദ്രമായ, സുരക്ഷിതമായ വഴികളിലൂടെ ആ ഖുർആൻ നമ്മളെ മുമ്പോട്ട് നയിക്കും. അതുപോലെ ഖുർആൻ റഹ്മത്താണ്, കാരുണ്യമാണ്. നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, നമുക്ക് പിന്തുണകൾ ആവശ്യമായി വരുമ്പോൾ, ഒരു സപ്പോർട്ടറെ പോലെ, ഒരു പിന്തുണ നൽകുന്ന, ഒരു ധൈര്യപ്പെടുത്തുന്ന ഒരാളെ പോലെ ഖുർആൻ നമ്മുടെ പിന്നിൽ നിന്നും, നമ്മുടെ മുന്നോട്ട് തള്ളി നമ്മളെ പിന്നിൽ നിന്നും ധൈര്യപ്പെടുത്തുകയും നമ്മളെ എല്ലാ തരത്തിലുമുള്ള
ചെയ്തുകൊണ്ട് നമ്മളെ മുമ്പോട്ട് നയിക്കുകയാണ്. സഹോദരന്മാരെ, ഖുർആൻ നമ്മുടെ ഗാർഡിയനാണ്, നമ്മുടെ ലീഡറാണ്, നമ്മുടെ മനോരോഗ വിദഗ്ധനാണ്, നമ്മുടെ സപ്പോർട്ടറാണ്. ഈ അർത്ഥത്തിലെല്ലാം ഖുർആനിനെ അടുത്തറിഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് നിന്നാൽ ഖുർആൻ നമ്മുടെ മനസ്സിന്റെ ശക്തിയായി മാറും, വെളിച്ചമായി മാറും, ഹൃദയത്തിന്റെ വസന്തമായി മാറും. ആ സന്തോഷം നിത്യമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. അവിടെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗം തുറക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആൻ റമളാൻ കടന്നു വന്ന് നമുക്ക് ഖുർആൻ സമ്മാനിച്ചിട്ട് പോയി. ആ ഖുർആനിനെ ഖത്തമോദി അടച്ചു വെക്കാതെ തുറന്നു വച്ച് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, ധൈര്യത്തിന്റെ മാർഗമായി, കൂട്ടുകാരനായി ഖുർആനിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ അത് സ്ഥായിയായ സന്തോഷമാണ്, സമാധാനമാണ്. നമുക്ക് എന്നും പെരുന്നാളായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ ഖുർആൻ നമുക്ക് സമ്മാനിച്ച സന്മാർഗ ദർശനം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഖുർആൻ സമ്മാനിച്ചത്? ഇത് വ്യർത്ഥമായി അർത്ഥമറിയാതെ യാന്ത്രികമായി ഓതിത്തീർത്ത് മടക്കി വെച്ച് കൈമുത്തി മുസ്ഹഫ് മുത്തി പോകേണ്ടതാണോ? അല്ല. ആ ഖുർആൻ നമുക്കൊരു പടച്ചവനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഖുർആൻ നമുക്കൊരു അത്താണിയായി നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫഖുൽ ഫഇൻ തവല്ലൗ, എല്ലാവരും കൈവിടുമ്പോൾ, നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സംരക്ഷണം നൽകിയിരുന്നവർ, നിങ്ങളൊരു രോഗിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൈവിടുമ്പോൾ, എവിടെ ആരൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ നമ്മളെ കൈവിട്ടാലും, നമ്മൾ ഒറ്റയ്ക്കായാലും അള്ളാഹു പറയുന്നു ഫഇൻ തവല്ലൗ, അവരൊക്കെ പിന്തിരിഞ്ഞു പോയാൽ, എല്ലാവരും നിങ്ങളെ എഴുതിത്തള്ളിയാൽ, നിങ്ങൾ അന്നേരം നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഫഖുൽ, അതുകൊണ്ട് പറഞ്ഞുകൊള്ളുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരാരാധ്യനും, അവനല്ലാതെ എനിക്ക് വിധേയപ്പെടാൻ മറ്റാരുമില്ല. എനിക്ക് വണങ്ങാൻ, ആരാധിക്കാൻ, അവലംബിക്കാൻ അള്ളാഹു അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. എനിക്ക് അഭയമായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വഅലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ മനസ്സ് താങ്ങാത്ത ഭാരങ്ങൾ അതെല്ലാം ഏറ്റെടുക്കാൻ, ചുമക്കാൻ എൻ്റെ നാഥനായ റബ്ബുണ്ട്. ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ്. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ ഈ വിശാലമായ, പ്രവിശാലമായ ദൃശ്യാദൃശ്യ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ നാഥനായ പടച്ചവൻ സിംഹാസനസ്ഥനായി അധികാരം വാണരുളുകയാണ്. അവനാണ് എന്നോടൊപ്പമുള്ളത്. എല്ലാം ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മനുഷ്യന്, അള്ളാഹുവിനെ സർവാവലംബിയായി കാണുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അവന് വിഷാദമുണ്ടാവുകയില്ല, ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല, താങ്ങാനാവാത്ത പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവന് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ല, നാട് വിട്ടു പോകേണ്ടി വരികയില്ല, അവന് ഭ്രാന്ത് ബാധിക്കുകയില്ല, മാനസിക വിഭ്രാന്തികൾ ഉണ്ടാവുകയില്ല. എല്ലാവിധ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും സന്തുലിതപ്പെടുത്താൻ, ബാലൻസ് ചെയ്യാൻ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ച് എല്ലാം അവനിൽ അർപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി, അവൻ സമാധാനത്തോടെ ഏത് പ്രതിസന്ധിയിലും പെരുന്നാളോടെ ജീവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തീഹാർ ജയിലിൽ നിന്നും ഇപ്പോൾ അവിടെ കഴിയുന്ന ഈ അബൂബക്കർ എന്ന നിരോധിത പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്, ഈ അബൂബക്കർ സാഹിബ് തന്റെ മകൾ ലീന തബസ്സുവിനൊരു കത്തെഴുതുകയുണ്ടായി. മോളെ, ഞാനിവിടെ ജയിൽ പരതി, ജയിൽ എവിടെയും കണ്ടില്ല. എനിക്ക് എല്ലാം വളരെ സ്വർഗം പോലെ സന്തോഷത്തോടെ അനുഭവപ്പെടുകയാണ്. ഞാനിവിടെ ഒരു തടവറയും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതേപോലെ മനുഷ്യന്റെ മനസ്സാണ്
സൃഷ്ടിക്കുന്നത്. മനുഷ്യന്റെ മനസ്സാണ് അവന് അഗ്നി പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. മനുഷ്യന്റെ മനസ്സാണ് ഇടുക്കമുണ്ടാക്കി തീർക്കുന്നത്. അവന്റെ മനസ്സാണ് സങ്കടങ്ങൾ വലിച്ചു വെക്കുന്നത്. തുറന്ന മനസ്സ്, എന്തിനേയും ഉൾക്കൊള്ളാനുള്ള പടച്ചവനിലുള്ള വിശ്വാസം, അത് അവനെ സമാധാനത്തോടെ എവിടെയും പെരുന്നാൾ ആഘോഷിക്കാൻ നിർബന്ധിതമാക്കും. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മകൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തെഴുതുകയുണ്ടായി. ഇതാണ് ഒരു സത്യവിശ്വാസി. എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തുറന്ന മൈതാനത്തും പൊതുസമൂഹത്തിൽ സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കുന്നവൻ പലപ്പോഴും തടവറയിലും ദുഃഖത്തിലും നരകത്തിലുമായി ജീവിക്കുന്നത് കാണാം. എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ഉള്ളവൻ നരകത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും ജീവിക്കുന്നത് കാണാം. മനുഷ്യന് പെരുന്നാളും സന്തോഷങ്ങളും സ്വർഗവും സമ്മാനിക്കുന്നത് അവന്റെ മനസ്സിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അവന്റെ മനോഭാവമാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് സർവ പ്രതീക്ഷകളും അർപ്പിക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക, അവനോടൊപ്പം ജീവിക്കുക. വഹുവ മഅകും ഐനമാ കുന്തും. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകും. പരിശുദ്ധ ഇസ്ലാം പടച്ചവനുമായുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുമായുള്ള ബന്ധമാണ്. ആ മനുഷ്യരുമായുള്ള ബന്ധം ഊഷ്മളമായാൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷങ്ങൾക്ക് ഭംഗം വരികയില്ല. നമ്മുടെ പെരുന്നാളുകൾ അണഞ്ഞു പോവില്ല, നഷ്ടപ്പെട്ടു പോവില്ല. നമ്മുടെ ജീവിതത്തിൽ പെരുന്നാളിന്റെ അന്ന് പോലും പല വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്തതിന്റെ പേരിൽ കൃത്രിമമായ വസ്ത്രങ്ങൾ അണിഞ്ഞ്, കൃത്രിമമായ അലങ്കാരങ്ങൾ അണിഞ്ഞ്, ബാഹ്യമായ പൊലിമയിൽ പെരുന്നാൾ ആഘോഷിച്ചു പോകുന്നവരുണ്ടാകും. സഹോദരന്മാരെ, അവിടെയൊക്കെ പരിശുദ്ധ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് കുടുംബം, സമൂഹം, അയൽപക്കം, അവരോടൊക്കെ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനാണ്. നിങ്ങൾ അല്ലാഹുവിനെ കീഴ്പ്പെടണം, പടച്ച തമ്പുരാന് അടിമപ്പെടണം. അല്ലാഹുവിന് വിധേയപ്പെട്ടാൽ പിന്നെ ആരുടെ മുമ്പിലും നിങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ സ്വതന്ത്രനായി, നിങ്ങളുടെ മനസ്സിൽ വേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭയങ്ങളും ഉണ്ടാവുകയില്ല. അതോടൊപ്പം നിങ്ങൾ അല്ലാഹുവിനോട് ബന്ധം സ്ഥാപിച്ച് സന്തോഷം നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണ്ടത് മനുഷ്യരുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കലാണ്. ഖുർആൻ പറയുന്നു, വലാ തുശ്രികൂ ബിഹി ശൈആ. പടച്ചവനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ആരെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളെ സേവിക്കുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അവരുടെ മനസ്സിന്റെ കുളിർമയാണ്, സന്തോഷമാണ്, സമാധാനമാണ് അവർക്ക് ലഭിക്കുന്നത്. വബിദിൽ ഖുർബ വൽ യതാമ. ബന്ധുക്കളോട് നന്മ ചെയ്യണം. നിസാരമായ കാര്യത്തിന് പിണങ്ങി പിരിഞ്ഞിരുന്നാൽ എന്നും അവർ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അവരെ കാണുന്നത് നമുക്ക് ദുഃഖമാണ്, പ്രയാസമാണ്, മാനസികമായ പിരിമുറുക്കമാണ് ഉണ്ടാക്കി തീർക്കുക. അതേസമയം വിട്ടുവീഴ്ച ചെയ്ത് ബന്ധുക്കളോട് ഇണങ്ങിച്ചേർന്ന് അവർക്ക് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവരെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അങ്ങോട്ട് നന്മകൾ ചെയ്തു പോയാൽ നമുക്ക് സംഘർഷമില്ലാതെ, മാനസികമായ പിരിമുറുക്കങ്ങളില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും. എന്നും സന്തോഷവും സമാധാനവുമായിരിക്കും. എത്രയോ ആളുകളാണ് ബന്ധുക്കളുമായി പിണങ്ങിക്കഴിയുന്നത് നിസാരമായ കാര്യത്തിന്റെ പേരിൽ. എവിടെ? അവർ പെരുന്നാളിൽ നിന്നും വളരെ അകലെയാണ്. സഹോദരന്മാരെ, നമുക്ക് ആ പെരുന്നാളിനെ സാർത്ഥകമാക്കാൻ കുടുംബ ബന്ധുക്കളുമായി മാനസികമായ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ, വന്നുപോയിട്ടുള്ള സ്ഖലിതങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് തേച്ചു മായ്ച്ചു കളയാൻ, ഊതിപ്പെരുക്കി വലുതാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നമുക്ക് തന്നെയാണ് നന്മയുണ്ടാക്കുന്നത്, സന്തോഷം വിരിയിച്ചു നൽകുന്നത്. ഖുർആൻ പറയുന്നു, വൽ യതാമ വൽ മസാകീൻ. അനാഥകളോട് നിങ്ങൾ നന്മ ചെയ്യണം. നമ്മുടെ പരിസരങ്ങളിൽ, നാട്ടിൽ അനാഥരായ അഗതികളായ മനുഷ്യർ, അവർ ദുഃഖിച്ചു കഴിയുന്നവരാണ്. അവരെ താലോലിക്കാൻ, സമാധാനിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ
നിങ്ങൾ അവർക്ക് പുത്തൻ പുടവളകൾ എടുത്തു കൊടുക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, അവരെ പുനരധിവസിപ്പിക്കുന്നത്, അവരെ വളർത്തി വലുതാക്കാൻ നിങ്ങളുടെ മക്കളെ പോലെ ശ്രമിക്കുന്നത്, അത് തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം വിരിയിച്ചു നൽകും. വൽ മസാക്കീൻ, അഗതികളായ ആളുകളോട്, സാധുക്കളോട്, അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയണം. സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടാകും. നമ്മൾ നമ്മുടേതായ സ്വന്തം വീട്ടിനകത്ത് ഞാനും എൻ്റെ ഭാര്യയും മക്കളും എന്ന അർത്ഥത്തിൽ മുമ്പോട്ട് പോകാതെ പരിസരങ്ങൾ ജീവിക്കുന്ന അഗതികളായ, അനാഥരായ, പാവങ്ങളായ മനുഷ്യർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ അവരുമായി നല്ല ബന്ധമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമയാണ് ഉണ്ടാകുന്നത്, സമാധാനവും സന്തോഷവുമാണ് ഉണ്ടായിത്തീരുന്നത്. വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജൻബി, അതേപോലെ നിങ്ങളുടെ അടുത്ത അയൽക്കാരോട് ബന്ധുക്കളെ പോലെ വർത്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇഫ്താറുകൾ നടത്തുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ പെരുന്നാളിന്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ സന്തോഷം നിങ്ങളുടെ കുടുംബ ബന്ധുവിനെ പോലെ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യരായ സഹോദരന്മാരോട് മതിൽക്കെട്ടുകൾ കടന്നുകൊണ്ട് അവരോട് സൗഹൃദം പങ്കുവെക്കാൻ, അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കാൻ, അവർക്ക് വിരുന്നൊരുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അയൽക്കാരന്റെ മുഖത്തേക്ക് നോക്കാൻ പലർക്കും കഴിയാറില്ല. അവരോട് പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവരാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, പട്ടിയുടെയും കോഴിയുടെയും പൂച്ചയുടെയും പേരിൽ പോലും നിസ്സാരമായി തർക്കമുണ്ടാക്കുന്നവരാണ്. ചെറിയ തരത്തിൽ അതിർത്തി തർക്കമുണ്ടാക്കുന്നവരാണ്. അതൊന്നുമില്ലാതെ ഒരു മുഅ്മിൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് അവരോട് അങ്ങോട്ട് സൗഹൃദത്തോടെ, സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, പരിസരത്തിലേക്കൊന്ന് പരതി നോക്കുമ്പോൾ നമുക്ക് സമാധാനമേ ഉണ്ടാകൂ. അതൊരു സുരക്ഷിതത്വമാണ്, അതൊരു ഭദ്രമായ ജീവിതമാണ്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് അയൽപക്കത്തേക്കൊന്ന് വിളിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതൊരു സമാധാനവും സന്തോഷവുമാണ്. വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അത്യാഹിതമുണ്ടായി, ഒരു വാഹനം വിളിക്കണം, അടുത്തുള്ള മകനോട് പറയാൻ, അടുത്തുള്ള ആളോട് പറയാൻ. വീട്ടിൽ നമ്മുടെ രക്ഷകർത്താവ്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ബന്ധപ്പെട്ട മകനില്ല, അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്. അയൽപക്കത്തേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഓടി വരണമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടാകണമെങ്കിൽ, അത് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരണമെങ്കിൽ അത്തരത്തിലുള്ള സുദൃഢമായ ബന്ധം നമുക്കുണ്ടായിത്തീരണം. വൽ ജാരിൽ ജുനുബി, അതേപോലെ തന്നെ സമീപത്തുള്ള അയൽക്കാർ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ. വീടിന്റെ നാല് പക്കത്തുമുള്ള ആളുകൾ മാത്രമല്ല, അതിന്റെയും അപ്പുറത്തേക്കുള്ള നമ്മുടെ നാട്ടിലുള്ള ആളെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമാണ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? അത് ഇന്നിടത്താണ്. ഞാനും അവിടെയാണല്ലോ താമസിക്കുന്നത്. അതേ സഹോദര, അവിടെയാണെങ്കിൽ നമുക്ക് അയാളെ അറിയില്ല. അയാളുടെ പേരെന്താണ്, എവിടെ താമസിക്കുന്നു, എന്താണ് തൊഴില്, അയാളുടെ അവസ്ഥ എന്താണ്, അയാളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എന്താണ്. എത്രയോ അയൽക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്രയോ ആൾക്കാരാണ് സങ്കടം വന്ന് ദുഃഖം പേറിയിട്ട് താങ്ങാനാവാതെ ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നത്, എത്രയോ ആളുകളാണ് മനോരോഗികളായി മാറുന്നത്. അതിന്റെ കാരണം നമ്മളാവരുത്, മറിച്ച് അയൽപക്കത്ത് നാട്ടുകാർക്ക് എന്തെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ അവരുടെ പ്രശ്നങ്ങൾ നീക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു വസ്സാഹിബി ബിൽ ജംബി, അതേപോലെ നിന്നോടൊപ്പം സഹവസിക്കുന്ന നിന്റെ സുഹൃത്തുണ്ട്, നിന്റെ കലാലയത്തിൽ, നിന്റെ പഠനമുറിയിൽ, നിന്റെ ജോലി സ്ഥലത്ത്, അതേപോലെ നിന്റെ തൊഴിലിടത്ത് നിന്നോടൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യുന്ന അത്തരത്തിലുള്ള പലതരത്തിലുണ്ടാകുന്ന സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ആ ആളുകളോട് നന്മയിൽ വർത്തിക്കണം. അവർക്ക് നിന്നിൽ നിന്നും നന്മ മാത്രമേ ഉണ്ടാകാവൂ. ഉമർ ഗൗതം എന്ന് പറയുന്ന സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരനാണ്. അദ്ദേഹം വലിയ പ്രബോധകനാണ്. അടുത്തിടെ അദ്ദേഹം അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് തടങ്കലിലായിരുന്നു. സഹോദരങ്ങളെ, ആ സഹോദരൻ പറയുന്നു, എന്നെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് ഞാൻ ഹോസ്റ്റൽ മുറിയിൽ കഴിയുമ്പോ, പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റൽ മുറിയിൽ കഴിയുമ്പോ എന്റെ സുഹൃത്ത് നസീർ ഖാനാണ് അതിന് കാരണമായി തീർന്നത്. കാരണം എന്റെ കാലിൽ മാരകമായ ഒരു മുറിവ് പറ്റി, ഞാൻ ഹോസ്പിറ്റലിലായി, എനിക്ക് കൂട്ടുനിൽക്കാൻ ആരുമില്ല. എന്റെ സുഹൃത്ത് എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം കൊണ്ടു തരും, എന്നെ പരിചരിക്കും. അവസാനം ഞാൻ അയാളോട് ചോദിച്ചു, ഒരു ദിവസവും മുടങ്ങാതെ എന്നെ സഹായിക്കുകയും സഹവസിക്കുകയും എനിക്ക് വേണ്ടത് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്,
ഇതെന്റെ ബാധ്യതയാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രേരണയായി എന്താണ് ഇസ്ലാം. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പോഴും അദ്ദേഹം എന്നോട് ഇസ്ലാമിനെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ പ്രബോധനം നടത്താനോ തയ്യാറായില്ല. അയാളുടെ ജീവിത ശൈലി മുമ്പോട്ട് പോയപ്പോ എനിക്ക് വിശ്വസ്തനായ നല്ല കൂട്ടുകാരനാണ്, മുസ്ലിം കൂട്ടുകാരനാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് ഖുർആൻ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഖുർആനിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു. ഞാനത് വായിച്ചു. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇതേപോലെ തന്നെ വബിനി സബീൽ, യാത്രക്കാരായ ആളുകൾ, നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെ പോകുന്ന, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മൾ സ്ഥിരമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന എത്രയോ ആളുകളാണ്. അവർക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കണമെന്ന് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. നമുക്ക് വഴിയിൽ സ്ഥിരമായി കണ്ടുമുട്ടുന്ന ആളുകൾ, നമ്മുടെ സമീപത്തു കൂടെ കടന്നു പോകുന്ന ആളുകൾ, അവരുമായിട്ട് പോലും ബാധ്യതകൾ ചുമത്തുന്ന ഒരു ഇസ്ലാം, അവരോട് വിശേഷം തിരക്കാൻ, അവരുടെ പ്രയാസങ്ങൾ അറിയാൻ, ആ കടന്നു പോകുന്ന മാത്രയിൽ ഉണ്ടാകുന്ന കേവലമായ ഒരു പരിചയം, ഒരു സംഭാഷണം, ഒരു ടോക്ക്, അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് സമാധാനത്തിന്റെ ഒരു തീപ്പൊരി, ഒരു അഗ്നിസ്ഫുലിംഗം അവരുടെ മനസ്സിൽ കടന്നുകൂടും. അതവർക്ക് സ്നേഹമായി, ബന്ധമായി അത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതവർക്ക് ശാന്തി നൽകുന്നതായിരിക്കും. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലക്കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ നമ്മുടെ അധീനതയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ, അവരോട് അങ്ങേയറ്റം നന്മയിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലുമാണ് നമ്മൾ കഴിയേണ്ടത്. ഞാൻ മേലാളനും അവൻ കീഴാളനും, ഞാൻ മുതലാളിയും അവൻ തൊഴിലാളിയും എന്ന അർത്ഥത്തിലല്ല. നിന്നോടൊപ്പം പണിയെടുക്കുന്ന നിന്റെ സഹോദരനാണ്. ആ അർത്ഥത്തിൽ അവനോട് ഉദാരമായി പെരുമാറാൻ, അവന്റെ വേതനങ്ങൾ മുടക്കാതിരിക്കാൻ, അവനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, താങ്ങാവുന്നതിലധികം അവനോട് വഹിപ്പിക്കാതിരിക്കാൻ, താങ്ങാവുന്നതിലധികം വഹിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീയും കൂടി ചേർന്ന് വേണം ആ ഭാരം ചുമക്കാൻ, നീ അവനെ സഹായിക്കണമെന്ന്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ സാർവത്രികമായ ലോക മനുഷ്യ സമൂഹവുമായിട്ട് ഏറ്റവും ഉദാരമായ, നന്മയിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം, നമ്മൾ എവിടെയും പുഞ്ചിരി വിടരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പുഞ്ചിരി വിടരുന്ന ഒരു സമീപനത്തോടുകൂടെ മുമ്പോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് ശാന്തി ഉണ്ടാകും. ഈ പെരുന്നാളിന്റെ അർത്ഥത്തെ നമുക്ക് വ്യാപകമാക്കാൻ, വിപുലപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊന്നുമല്ലാതെ കഴിയുന്നവർ തീർച്ചയായും പടച്ച തമ്പുരാൻ ഒരിക്കലും പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, ഇവിടെ പൊങ്ങച്ചവും അഹങ്കാരവും ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യ ബന്ധങ്ങളെ വഷളാക്കുന്നത്. ഈഗോയാണ് പലപ്പോഴും. ഞാൻ വലിയവനാണെന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് മിണ്ടട്ടെ, അവൻ ഇങ്ങോട്ട് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന മേലാള മനോഭാവങ്ങൾ എടുത്തു കളഞ്ഞ് എല്ലാവരോടും സാഹോദര്യവും സഹവർത്തിത്വവും വെച്ച് പുലർത്താൻ ഈ പെരുന്നാൾ നമുക്ക് നിമിത്തമാവേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടം? നമുക്ക് സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും. സഹോദരന്മാരെ, ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ശാശ്വത സമാധാനത്തിന്റെ മറ്റൊരു സമ്മാനമാണ് പരലോകം എന്ന് പറയുന്നത്. പരലോകം അത് നമ്മുടെ വലിയ പ്രതീക്ഷയാണ്. ഒരു മനുഷ്യനെയും തളർത്താനാവില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരെങ്കിലും ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, സത്യവിശ്വാസിയായ നിലയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് നാം വിശിഷ്ടമായ, സന്തോഷപൂർണമായ, സമാധാനപൂർണമായ ജീവിതം നൽകുന്നതാണ്. മാത്രമല്ല, വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൽക്കർമ്മങ്ങളുടെ പേരിൽ ഏറ്റവും ഉദാത്തമായ
അവർക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് പരലോകത്ത് എന്നാണ്. എല്ലാവരുമായിട്ടും നല്ല സൽക്കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്തു നടക്കുന്നവർ, അവർക്ക് നല്ല ജീവിതമുണ്ടാകും. കയ്യിലിരിപ്പ് നന്നായാൽ മനസ്സിന് സമാധാനമുണ്ടാകും, അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ഇടുങ്ങിയ ജീവിതമായിരിക്കും. സഹോദരന്മാരെ, നല്ല ജീവിതം, നല്ല സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തികൾ, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ഇടപാട്, അത് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയാൽ, നമുക്കതിലൂടെ അടിപൊളി ജീവിതം, ഏറ്റവും മനോഹരമായ സന്തുഷ്ടമായ ജീവിതം അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തതിന് ഈ ചെയ്തതിന് ഇവിടെ സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് എല്ലാത്തിനും എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്നിനായി നിങ്ങൾക്ക് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന സമ്മാനങ്ങൾ, പ്രതിഫലങ്ങൾ അല്ലാഹു പരലോകത്ത് കാത്തുവെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിച്ച് നന്മകൾ ചെയ്ത് ജീവിക്കുന്നവർ, അവരെ അല്ലാഹു തആല അത്തരത്തിലുള്ളവരെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് അല്ലാഹു തെളിക്കുന്നതാണ്. ഹത്താ ഇദാ ജാഊഹാ, അവർ ആ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ വഫുതിഹത് അബ്വാബുഹാ, എത്തുമ്പോഴേക്കും അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ ഓട്ടോമാറ്റിക്കലായി തുറക്കുകയായി. വഖാല ലഹും ഖസനതുഹാ, അവിടുത്തെ പാറാവുകാര് അവിടെ നിന്ന് വിളിച്ചു പറയും, സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സർവമംഗളം, ശാന്തി ശാന്തി സമാധാനം, എന്നും സുഖ സന്തോഷങ്ങളോടെ പാർത്തുകൊള്ളൂ, അതാ പ്രവിശാലമായ സ്വർഗം എന്ന് വിളിച്ചു പറയപ്പെടും. ഇത് നമ്മുടെ പ്രതീക്ഷയാണ്. ഒരിക്കലും സാമ്പത്തിക നഷ്ടങ്ങൾ, ആൾ നഷ്ടങ്ങൾ, ഉറ്റവരുടെ വേർപാട്, നമ്മുടെ മറ്റു പ്രയാസങ്ങൾ, താങ്ങാനാവാത്ത സങ്കടങ്ങൾ, ഇതെല്ലാം പടച്ചവന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വെച്ച് നൽകുന്നതും ഈ നഷ്ടങ്ങൾക്ക് പകരമായി പരലോകത്ത് കണക്കാക്കാനാവാത്ത പ്രതിഫലങ്ങൾ അല്ലാഹു സ്വർഗത്തിൽ കാത്തുവച്ചിരിക്കുന്നതുമാണ്. ഒരാളുടെ ചതി, വഞ്ചന, പറ്റിപ്പ്, അയാളുടെ അക്രമം, കൊലപാതകം, പിടിച്ചുപറി, അന്യായം, ഇതൊക്കെ താങ്ങാനാവാതെ മനസ്സിൽ ഭ്രാന്ത് ബാധിച്ച് നടക്കുന്നവരുണ്ട്. എനിക്കറിയാം, ഒരു കോളേജ് പ്രൊഫസർ, അദ്ദേഹത്തിൽ നിന്നും ഒരാൾ ഒരുപാട് പണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരുന്നു, കോടികളായി. അത് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്, എന്തിനോ ഷെയറായി വാങ്ങുകയാണ് എന്ന് കരുതി. അവസാനം അദ്ദേഹം കൈമലർത്തി കാണിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം മനോവിഭ്രാന്തിയോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, മനുഷ്യന്റെ മനസ്സിനെ ഏതവസ്ഥയിലും പിടിച്ചു നിർത്തുന്നത്, അവന് സമാധാനം നൽകുന്നത് പരലോകത്തെ പറ്റിയുള്ള ശുഭപ്രതീക്ഷയാണ്. അവനെ തളർത്താൻ കഴിയില്ല. അവന്റെ ശത്രുക്കൾ അവനെ കൊന്നൊടുക്കുമ്പോഴും ഇവർക്കെല്ലാം നാളെ പരലോകത്തെ റബ്ബിന്റെ കോടതിക്ക് മുമ്പിൽ വിചാരണയുണ്ടാകും, നരകമുണ്ടാകും. ഖുർആൻ പറഞ്ഞല്ലോ, ലാ യഗറന്നക തഖല്ലുബല്ലദീന കഫറൂ ഫിൽ ബിലാദ്, നാടുകളിലെ ബഹളമുണ്ടാക്കി, കലാപമുണ്ടാക്കി നടക്കുന്നവർ അവരൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോകും എന്ന് നിങ്ങൾ വിചാരിച്ച് വഞ്ചിതരായി പോകേണ്ടതില്ല. മതാഉൻ ഖലീൽ, അത് താൽക്കാലികമായ ജീവിതമാണ്. സുമ്മ മഅവാഹും ജഹന്നം, പിന്നീട് അവർക്ക് കടുത്ത കഠിനകഠോരമായ നരകമാണ് കാത്തുവെച്ചിട്ടുള്ളത്. വബിഇസൽ മിഹാദ്, ഏറ്റവും മോശമായ സങ്കേതമാണത്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നത്, നന്മ ചെയ്തവർക്ക് നന്മ ചെയ്തതിന് പ്രതിഫലവും, തിന്മ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടാതെ പോകുമ്പോൾ പരലോകത്ത് അവന് കിട്ടുമല്ലോ എന്നുള്ള സമാധാനവും, ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സുകൾക്ക് ബാലൻസ് ചെയ്യാൻ, സന്തുലിതപ്പെടുത്താനുള്ള വിശ്വാസമാണ് പരലോകം എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു സമാധാനത്തിന്റെ ഗേഹമാണ് കുടുംബം എന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് താങ്ങും തണലുമായി അവരെ ലാളിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കുമ്പോൾ ആ മക്കൾക്ക് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അവർ വളർന്നു വലുതാവുകയാണ്. അപ്പോഴേക്കും പറക്കമുറ്റി മുതിർന്നു ഉയർന്നു വരുമ്പോ ഈ
മാതാപിതാക്കൾ അവശതയിലേക്ക് പതുക്കെ പതുക്കെ വഴുതി വീഴുകയാണ്. അവർ കിടക്കയിലേക്ക് പോകുമ്പോൾ ആ മക്കൾ തിരികെ ഈ മാതാപിതാക്കൾക്ക് പണ്ട് തങ്ങളെ പരിപാലിച്ചതുപോലെ ആ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ, അങ്ങനെ പരസ്പര പൂരകമായ പരിപാലനത്തിന്റെ ആ സമ്മിശ്രമായ ആ ബന്ധം അവിടെ ഉണ്ടാകുന്നതിലൂടെ സമാധാനമാണ്. മക്കൾ ഇന്ന് പുതിയ ലോകത്ത് മക്കൾ അനാവശ്യമായ ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. മക്കൾ ഉണ്ടാവണമെന്നില്ല, അതിനെ പരിപാലിക്കേണ്ടത് ബാധ്യതയായി വരുന്നില്ല. ആരുടെയോ കുഞ്ഞ്, തന്തയില്ലാത്ത മക്കൾ പിറക്കുന്ന ലോകമാണ് പുതിയ നവ ലിബറലിസ്റ്റ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നവർ അത് മടുത്തുകൊണ്ട് കുടുംബ വ്യവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മക്കൾ അനാഥമായി, മാതാപിതാക്കൾ ഉള്ളപ്പോൾ അനാഥമായി മാറുന്ന, ഏറ്റെടുക്കാൻ ആളില്ലാതെ മാറുന്ന ഒരു നവലോക ക്രമത്തിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം മാതാപിതാക്കൾ അധികപ്പറ്റായി വൃദ്ധസദനങ്ങളിലേക്കും അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും തള്ളപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന ദാരുണമായ അവസ്ഥകളാണ് ലോകത്തുള്ളത്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന അർത്ഥത്തിൽ കുടുംബം അത് മനുഷ്യന് സമാധാനം നൽകുന്ന താങ്ങിന്റെയും തണലിന്റെയും കേന്ദ്രമാണ്. മസ്കൻ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും കൊണ്ടുപോയി കുഴിച്ചു മൂടാനുള്ള ഒരു ഇടം. ആ കുഴിവെട്ടി മൂടാൻ അവിടെ നമുക്ക് നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഭർത്താവുണ്ട്, നമ്മുടെ മക്കളുണ്ട്. ദുഃഖങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടായി ഷൂറ ചെയ്ത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴി അവിടെ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുകയാണ്. ആ അർത്ഥത്തിൽ കുടുംബത്തെ തർക്കങ്ങളില്ലാതെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമാധാനപൂർണമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ പെരുന്നാളിനെ നീണ്ടു നിൽക്കുന്ന സന്തോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. സഹോദരന്മാരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതോടൊപ്പം ഇസ്ലാം നമ്മളോട് സാമൂഹ്യമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബാധ്യതകൾ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ആരാധനാനുഷ്ഠാനങ്ങളിലും കേവലമായ സൽക്കർമ്മങ്ങളിലും ഒതുങ്ങുന്നതിനപ്പുറം നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം. അവിടെയുള്ള വലിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഖുർആൻ ചോദിച്ചു, ഫലഖ്തഹമൽ അഖബ, നിങ്ങൾ എന്താണ് മലമ്പാതകൾ താണ്ടിക്കടക്കാത്തത്? സമനിരപ്പുള്ള ഭൂമിയിലൂടെ നിഷ്പ്രയാസം ജനങ്ങൾക്കൊപ്പം ഒഴുകി എല്ലാവർക്കുമൊപ്പം നന്മകൾ ചെയ്തൊക്കെ പോകാൻ കഴിയും. എന്നാൽ പ്രയാസപൂർണമായ മലമ്പാതകൾ താണ്ടാൻ നിങ്ങളെന്തേ തയ്യാറാവാത്തത്? എന്താണ് മലമ്പാത എന്നറിയുമോ? അടിമത്തമോചനം, അല്ലെങ്കിൽ പട്ടിണി നാളിൽ അന്നം നൽകലാണ്. അല്ലെങ്കിൽ മണ്ണിന്റെ മക്കളായ മണ്ണ് കപ്പിക്കിടക്കുന്ന മനുഷ്യരെ സമുദ്ധരിക്കലാണ്. ഖുർആൻ പറയുക, സഹോദരന്മാരെ, സഹോദരിമാരെ, ആ അർത്ഥത്തിൽ അടിമത്ത മോചനം എന്നത് എല്ലാ അർത്ഥത്തിലും പണ്ട് കാലത്തെ യജമാനന്മാർക്ക് കീഴിൽ പണിയെടുക്കുന്ന അടിമകളായിരുന്നെങ്കിൽ ഇന്ന് ഭരണകൂടങ്ങൾ അടിമകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ മാത്രമേ വണങ്ങുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ, കീഴ്പ്പെടുകയുള്ളൂ, അടിമപ്പെടുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവനും സ്വത്തും അഭിമാനവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഇതെല്ലാം തന്നെ വകവെച്ച് തരുന്ന ഭരണഘടനയെ മറിച്ചിട്ടുകൊണ്ട് മനുഷ്യർക്കുമേൽ ഫാഷിസം മേധാവിത്വം പുലർത്തുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. സംഭാൽ മസ്ജിദും യാൻവാപ്പി മസ്ജിദും തുടങ്ങി നൂറുകണക്കിന് പള്ളികൾക്ക് മേൽ അന്യായമായി
അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കയ്യേറുകയും ആ പള്ളികളെ യാതൊരു എതിർപ്പുമില്ലാതെ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലം. നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങളുടെ മേഖലകളിലേക്ക്, ഗല്ലികളിലേക്ക് ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കുന്ന, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സമുദായത്തിന്റെ പ്രതിനിധികളുടെ കാലം. സഹോദരന്മാരെ, അതിനെതിരെ ശബ്ദിക്കുന്നവർക്ക് കരിനിയമങ്ങളും കൽത്തുറുങ്കുകളും സമ്മാനിക്കുന്ന ഫറോവമാരുടെ ലോകം. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മളോട് പറയുന്നു രണ്ട് ഉപമകൾ നൽകിക്കൊണ്ട്. അല്ലാഹു രണ്ട് ഉപമകൾ നൽകിയിട്ടുണ്ട്, രണ്ടാളുകളുടെ ഉപമ. അഹദുഹുമ അബുക്കം, ഒരുത്തൻ ഊമയാണ്. ലാ യഖ്ദിറു അലാ ഷൈ, അവനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വഹുവ കല്ലുൻ അലാ മൗല, അയാളുടെ യജമാനൻ അയാൾ ഭാരമാണ്. ഊമയായ മനുഷ്യൻ, നിഷ്ക്രിയനായ മനുഷ്യൻ, പണിയെടുക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യജമാനന് ഭാരമാണ്. എവിടെ കൊണ്ടുപോയാലും അവനെ കൊണ്ടൊരു നന്മയും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റൊരാൾ ഖുർആൻ ചോദിക്കുന്നു, ഹൽ യസ്തവി ഹുവ വമൻ യഅ്മുറു ബിൽ അദ്ൽ, ഇവനും നീതി കൽപ്പിക്കുന്നവൻ മറ്റൊരാൾ. വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം, നേർമാർഗത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് നീതി കൽപ്പിക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നവൻ, ഇവനും ആ ഊമയും തമ്മിൽ തുല്യമാകുമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സാമൂഹികമായ അടിമത്തത്തിനെതിരെ ശബ്ദിക്കാൻ ഊമകളല്ലാതെ, നിഷ്ക്രിയരായ അടിമകളാകാതെ, അഭിപ്രായം വിനിയോഗിക്കാതെ അടിമകളായി നിന്നുകൊണ്ട് നിഷ്ക്രിയത്വത്തോടെ അടിമത്തം പേറി അങ്ങനെ നിരർത്ഥകമായി ജീവിച്ചു പോവാതെ, സമൂഹത്തിനും സമുദായ നേതൃത്വത്തിനും ഭാരമാകാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളാനും നീതി കൽപ്പിക്കാനും നീതിക്ക് വേണ്ടി സമരം ചെയ്യാനും സന്നദ്ധമാകുന്ന ഒരവസ്ഥ നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്ത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. സംബാൽ മസ്ജിദ് ആയാലും, ഗ്യാൻവാപ്പി മസ്ജിദ് ആയാലും, ഏക സിവിൽ കോഡിന്റെ പ്രശ്നമായാലും, വഖഫ് ഭേദഗതി നിയമമായാലും, അണമുറിയാതെ മാല പൊട്ടിയ മുത്തുമണികൾ പോലെ ഒന്നൊന്നായി നമ്മുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോ അടിമത്തം പേറി ഊമകളായി മിണ്ടാപ്രാണികളായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു മുസ്ലിമിന് അയാൾ നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് നമ്മൾ ഓതിത്തീർത്ത പരിശുദ്ധ ഖുർആന്റെ, നമ്മൾ ഖത്തം തീർത്ത ഖുർആന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാളെ അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് ഖുർആൻ പേർത്തും പറഞ്ഞു തന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ തടങ്കലിൽ കഴിയുന്ന നിരവധി സഹോദരന്മാർ, ഏതൊക്കെയോ സഹോദരന്മാരുണ്ട്, നമുക്ക് പരിചയമുള്ള സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും നീതി കിട്ടണം, അവർക്ക് ജാമ്യം ലഭിക്കണം, അവർക്ക് മോചനം ലഭിക്കണം. ഈ അബൂബക്കറും പ്രൊഫസർ പി കോയയും EM അബ്ദുറഹ്മാനും OMA സലാമും CP മുഹമ്മദ് ബഷീറും കരമന അഷ്റഫ് മൗലവിയും അങ്ങനെ നൂറുകണക്കിന് സഹോദരന്മാർ നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ മാത്രം, വർഗീയത പടർത്തിയതിന്റെ പേരിലല്ല, അക്രമം ചെയ്തതിന്റെ പേരിലല്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ തടങ്കൽ പാളയത്തിൽ ജയിലിനെ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയായി കണ്ടുകൊണ്ട് കാലം കഴിച്ച് മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് മോചനമുണ്ടാവട്ടെ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അവരെയും നമ്മളെയും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കൊടിയ തിന്മ ഇന്ന് ഓരോ വീടകങ്ങളുടെയും സമാധാനം തല്ലിക്കെടുത്തുന്ന ക്രൂരമായ പൈശാചികമായ
സംഹാര താണ്ഡവമാടുന്ന തിന്മയാണ് ലഹരി, മദ്യവും മയക്കുമരുന്നും. MDMA എന്നൊക്കെ മാരകമായ വിഷപദാർത്ഥങ്ങൾ മയക്കുമരുന്ന് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുകയാണ്. മയക്കുമരുന്ന് എന്ന ആ അശ്ലീലമായ പേര് ഒഴിവാക്കണം. ഇത് കൊടും വിഷമാണ്. നമ്മുടെ നാട്ടിലേക്ക് കൊറോണ കടന്നു വന്നപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ സൃഷ്ടിച്ച് വളരെ ഭീകരമായ അവസ്ഥകൾ ഒരുക്കി. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ഭരണകൂടങ്ങൾ നിതാന്തമായ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാരകമായി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ, ഈ വിഷമരുന്നുകൾ, അതിനെ പൂർണ്ണമായും സമൂഹത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യേണ്ടതുണ്ട്, തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് ജനകീയമായ സൗഹൃദത്തിന്റെ ചങ്ങലകൾ ഒരുക്കണം. നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല പെരുന്നാൾ, നമ്മുടെ സമൂഹത്തിനും പെരുന്നാൾ ഉണ്ടാകണമെങ്കിൽ, ആ പെരുന്നാൾ അർത്ഥപൂർണമാകണമെങ്കിൽ വീടുകൾ കൊലക്കളങ്ങളായി മാറാതിരിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ പുതിയ തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ വീടകങ്ങളിൽ സന്തോഷം പിരിയൂ, അപ്പോഴേ സമാധാനം ഉണ്ടായിത്തീരൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ, നമസ്കാരം ഖുത്ബ കഴിഞ്ഞ ഉടനെ നമ്മൾ പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പരം സന്തോഷം പങ്കുവെച്ച ഉടനെ ഇവിടെ തങ്ങി നിൽക്കാതെ എല്ലാവരും പുറത്തിറങ്ങി റോഡിന്റെ ഇരുവശത്തായി, ഷൊർണൂർ റോഡിന്റെ ഇരുവശത്തായി പരസ്പരം സൗഹൃദത്തിന്റെ പെരുന്നാൾ സൗഹൃദത്തിന്റെ കൈകൾ കോർത്തു പിടിച്ച് ചങ്ങല തീർത്തുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. ലഹരിക്കെതിരെ ഇത് ഉപയോഗിക്കില്ല എന്ന് ഇവിടെ കൂടിയ മുഴുവൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലാൻ ഇന്ന് തയ്യാറാവേണ്ടതുണ്ട് സഹോദരന്മാരെ. അത് ഈ നാടിന് നല്ല മാതൃക തീർക്കും. ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും പെരുന്നാളിന്റെ നല്ലൊരു സന്ദേശമായത് മാറട്ടെ. ഒരാളും ഒഴിവാകാതെ അതിൽ കണ്ണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أيها الناس اتقوا الله عباد الله واتقوه حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد إمام المجاهدين والدعاة وقائد غد المحجرين وعلى آله وصحابه أجمعين. اللهم ارض عن أشرف خلفاء الراشدين أمير المؤمنين أبي بكر الصديق وعن أمير المؤمنين عمر بن الخطاب وعن أمير المؤمنين عثمان بن عفان وعن أمير المؤمنين علي بن أبي طالب رضي الله تعالى عنهم وعن عشرة المبشرة بالجنة وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك
مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة الفردوس مع الأبرار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المستضعفين والمسجونين والمجاهدين في كل مكان وبلاد يا رب العالمين اللهم انصر إخواننا المستضعفين في فلسطين اللهم انصرهم على عدوك وعدوهم اللهم انصر إخواننا في غزة اللهم انصرهم على القوم الظالمين അല്ലാഹു അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. പടച്ചവനെ പരിശുദ്ധമായ റമദാൻ ഞങ്ങളിൽ നിന്ന് സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് ഞങ്ങളെ പരിശുദ്ധമാക്കിയതായി അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ മേൽക്കുമേൽ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് അമൽ സ്വാലിഹാത്തിൽ വർധനവും അതിന് പൂർണ്ണമായ സൂക്ഷ്മതയും ശ്രദ്ധയും നൽകണേ അല്ലാഹുവേ. ഭയഭക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ജീവിതത്തിലുടനീളം എല്ലാ മേഖലയിലും നിന്നെ സൂക്ഷിച്ച് രഹസ്യമായി നിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇടപാടുകൾ നന്നാക്കി തരണേ അല്ലാഹുവേ. പരസ്പരമുള്ള പെരുമാറ്റങ്ങൾ നന്നാക്കി തരണേ അല്ലാഹുവേ. സൽസ്വഭാവം ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളണേ അല്ലാഹുവേ. ദുസ്വഭാവങ്ങൾ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ അല്ലാഹുവേ. ഒരു പുതിയ മനുഷ്യനായി നല്ലൊരു മുഅ്മിനായി നല്ലൊരു സത്യവിശ്വാസിയായി അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരണേ അല്ലാ. നീയുമായി അങ്ങേയറ്റം ഹൃദയബന്ധമുള്ളവരാക്കി ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളും കുടുംബക്കാരും അയൽക്കാരും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ പുലർത്താൻ തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങൾക്ക് കണ്ണുകളെ കുളിർപ്പിക്കുന്ന അവസ്ഥയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാ. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് നന്മകൾ ചെയ്യാൻ സത്സ്വഭാവം പുലർത്താനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവർക്ക് ദുന്യവിയും ഉഖർവിയുമായ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി കൊടുക്കണേ അല്ലാ. വിജയവും ഇസ്സത്തും അഭിമാനവും നൽകണേ അല്ലാ. പടച്ചവനെ അവരെല്ലാം നാടിന്റെ മാതൃകകളാക്കി മാറ്റണേ അല്ലാ. ലോകത്തിന്റെ ഭാവി പ്രതീക്ഷകളാക്കി മാറ്റണേ അല്ലാ. ലഹരിയിൽ നിന്ന് അവരെ നീ കാത്തുകൊള്ളണേ റബ്ബേ. എല്ലാ തരത്തിലുമുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് അവരെ നീ കാത്തുകൊള്ളണേ റബ്ബേ. മാതൃകായോഗ്യമായി നന്മയുടെ കെടാവിളക്കുകളായി സഹോദരി സഹോദരന്മാരെ യുവതി യുവാക്കളെ നീ മാറ്റണേ റബ്ബേ. പരിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചേറ്റി ജീവിക്കാൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. നന്മ കൽപ്പിക്കാൻ തിന്മയെ തടുക്കാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഖിയാമത്ത് നാൾ വരെയുള്ള ഞങ്ങളുടെ തലമുറകളെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ അല്ലാ. സ്വർഗ്ഗാവകാശികളാക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് ഈമാനും ജീവിതവും കൈമാറിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ പൂർവികരായ അവരുടെ പ്രപിതാക്കൾ, മുമ്പോട്ട് കടന്ന് ആദം നബി അലൈഹിസ്സലാം വരെ കടന്നു നിൽക്കുന്ന ഞങ്ങളുടെ പൂർവികർക്ക് എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ. അവരിൽ ഈമാൻ ഞങ്ങൾക്ക് കൈമാറിയ മുഴുവൻ പേർക്കും തത്തുല്യമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അവരുടെ പദവികൾ ഉയർത്തണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളും ഉറ്റവരും ഉടയവരുമുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിനെ ചങ്കു പറിക്കുന്ന വേദനയോടെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ ഞങ്ങളുടെ ഉറ്റവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവർക്കിന്ന് സ്വർഗത്തിലെ ഏറ്റവും വലിയ പെരുന്നാളാക്കണേ അല്ലാ. ഇവിടെ കബറിടങ്ങളെ വിശാലമാക്കി സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാ. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗീയമായ ഭക്ഷ്യപദാർത്ഥങ്ങളും വിരുന്നുകളും കൊടുത്തവരെ നീ വിരുന്നൂട്ടണേ അല്ലാ. സൽക്കരിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വസ്ത്രവിധാനങ്ങളും സുഗന്ധങ്ങളും കൊടുത്തവരെ ആനന്ദിപ്പിക്കണേ അല്ലാ. അവിടെ കബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവരെ ഞങ്ങളുടെ പ്രായം ചെന്ന ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഉറ്റവർ ഉടയവർ കാണുന്നവർ, അവർക്കെല്ലാവർക്കും നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവിധ വേദനകളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും
കാത്തുകൊള്ളണേ റബ്ബേ. ഞങ്ങളെ പിടികൂടിയിട്ടുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്കറിയാം, നിനക്കറിയാം, ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാം. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ പരിപൂർണമായി നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്കറിയാത്ത രോഗങ്ങൾ വരെ ഞങ്ങളിൽ മറഞ്ഞു കിടപ്പുണ്ടാവാം. ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് പരിപൂർണമായ ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളല്ല റബ്ബേ ഇതിന് പരിഹാരം കാണേണ്ടത്, ഞങ്ങൾക്ക് ഇതിനൊന്നും കഴിയില്ല അല്ലാ. നീയാണ് ഷാഫി, നീയാണ് രോഗശമനം നൽകുന്നവൻ. നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ. ഞാൻ മരുന്നുകൾക്ക് അത്ഭുതകരമായ ഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ മാർഗത്തിലായി ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ജരാനരകൾ ബാധിച്ച നിന്ദ്യമായ വാർദ്ധക്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ. പടച്ചവനെ, മറ്റുള്ളവരെ പരിപാലിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണേ റബ്ബേ. നിന്റെ മാർഗത്തിലായി ദീർഘായുസ് തരണേ റബ്ബേ. നല്ല ജീവിതം നയിക്കാൻ തൗഫീഖ് താ റബ്ബേ. എല്ലാവർക്കും സന്തോഷം പിരിക്കുന്ന ജീവിതം ഞങ്ങളിലൂടെ നീ ഉണ്ടാക്കണേ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലം ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടി നന്മകളുടെ കൂമ്പാരങ്ങൾ തീർത്ത് അവസാനം ഞങ്ങളെ എതിരേക്കാൻ വരുന്ന മലക്കുൽ മൗത്തിന്റെ പാരാവാരങ്ങൾക്ക് മുമ്പില് അവരുടെ സലാം കേട്ട് സലാം മടക്കി പുഞ്ചിരിച്ച് കലിമ പറഞ്ഞു മരിക്കാൻ, ഉന്നതമായ മരണം വരിക്കാൻ, നിന്റെ മാർഗത്തിൽ മരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ, ഒരിറ്റു വെള്ളം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കൊരു കൈ സഹായം നൽകിയിട്ടുണ്ടോ, അവരാരെയും നീ കൈവിടല്ല റബ്ബേ. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും തലമുറകളെയും സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രത്യുപകാരം നീ നൽകണേ റബ്ബേ. നിന്നെ ഏൽപ്പിക്കാനല്ലാതെ ഞങ്ങൾക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല റബ്ബേ. നീ അവരെ സഹായിക്കണേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ കുല്ലി മാ സഅലക മിൻഹു അബ്ദുക വറസൂലുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ونعوذ بك من شر ما استعاذك من عبدك ورسولك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء لا حول ولا قوة إلا بالله العلي العظيم. ربنا عليك توكلنا وإليك أنبنا وإليك المصير. റബ്ബേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ കൈവിടല്ല റബ്ബേ. അല്ലാഹുവേ, അവർക്ക് ധൈര്യം കൊടുക്കണേ അല്ലാ, ആഹാരം കൊടുക്കണേ അല്ലാ, വെള്ളം കൊടുക്കണേ അല്ലാ, വസ്ത്രം കൊടുക്കണേ അല്ലാ, മരുന്ന് കൊടുക്കണേ അല്ലാ, ഫലപ്രദമായ ചികിത്സ കൊടുക്കണേ അല്ലാ, നിർഭയത്വത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ, പാർപ്പിടങ്ങൾ നൽകണേ അല്ലാ, അവരുടെ ശത്രുക്കൾക്കെതിരെ അവരെ നീ ശക്തരാക്കണേ അല്ലാ, അവരെ നീ ആയുധം നൽകി അവർക്കെതിരെ തിരിച്ചടിക്കാൻ പ്രാപ്തമാക്കണേ റബ്ബേ. ഈ അക്രമികളെ മുഴുവനും നീ പാഠം പഠിപ്പിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലി അലൻ നബിയ്യി മുഹമ്മദിൻ وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പരസ്പരം മുസാഫഹത്ത് ചെയ്ത് സ്നേഹം പങ്കുവെച്ച് ഉടൻ തന്നെ പുറത്ത് റോഡിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദത്തിന്റെ ലഹരിക്കെതിരെ സൗഹൃദത്തിന്റെ മനുഷ്യച്ചങ്ങല തീർക്കാൻ എല്ലാവരും തയ്യാറാവണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.